ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100 ആൻമി സീരീസിലെ മൂന്നാമത്തെ സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. അതിനു മുന്നേ ഇതൊരു നമ്മൾ വീഡിയോ ഇടാതിരുന്നതിന് ഒരു ക്ഷമ ചോദിക്കുന്നു. കാരണം എക്സാം ഒക്കെ ആയതുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പം നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് നിങ്ങളിപ്പോഴും അവിടെ ഉണ്ടോ? നമ്മളിനി ഈ ഒരു ആനിമി കണ്ടിന്യൂ ചെയ്തു പോയാൽ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുമോ? അതൊക്കെ എല്ലാവരും ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇട്ട കാരണം തന്നെ നിങ്ങളിൽ കുറേ പേർ എന്തായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ 100 ആൻമി സീരീസിലെ കാര്യങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു റീക്യാപ്പ് തരാം. നമ്മുടെ ഫാൻഡൻ ട്രൂപ്പ് എന്ന മൂന്നാമത്തെ സീസൺ ഉണ്ടാവാൻ കാരണം തന്നെ ഫാൻഡൻ ട്രൂപ്പ് എന്ന ഗുണ്ടാസംഘം നമ്മൾ കുറാപ്പികയുടെ ചെറുപ്പത്തിലെ ക്ലാനെ ഇല്ലാതാക്കി കളഞ്ഞു. അതിലെ ലാസ്റ്റ് സർവൈവർ ആണ് നമ്മളെ കുറാപ്പിക. ആ ഒരു കുറാപ്പികക്ക് തന്റെ ക്ലാനെ അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്റെ ക്ലാനിന് വേണ്ടി റിവെഞ്ച് എടുക്കാൻ വേണ്ടി അവൻ ഈ ഒരു ഗുണ്ടാസംഘത്തെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളെ കുറാപ്പിക ഹണ്ടറാവുകയും അവിടെ നിന്ന് ഹിസോക്കയെ അവൻ പരിചയപ്പെടുകയും ഹിസോക്ക നമ്മളെ കുറാപ്പികക്ക് സെപ്റ്റംബർ 1 യോക്ന്യൂ സിറ്റിയിൽ വെച്ച് നടക്കുന്ന ആ ഒരു വലിയ ഓപ്ഷൻ കൊള്ളയടിക്കാനായിട്ട് ഫാൻഡൻ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘം അവിടെ എത്തുമെന്നുള്ള ഇൻഫർമേഷൻ നമ്മളെ ഹിസോക്ക കുറാപ്പികക്ക് ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളെ കുറാപ്പിക അവർ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയാണ്. അതിനായി നമ്മളെ കുറാപ്പിക യോക്ന്യൂ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ബോസിന്റെ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതിനായി നമ്മളെ കുറാപ്പിക ഒരു ഏജൻസിയിലോട്ട് വരികയും അവിടെ നിന്ന് അവന് നൊസ്ട്രാഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ അവന് ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യാൻ ജോലി കിട്ടുകയാണ്. അവിടെ വെച്ച് അവൻ കുറച്ച് പേരെ പരിചയപ്പെടുന്നുണ്ട്. ഇതുവരെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ആർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് കറന്റ് എപ്പിസോഡിലോട്ട് പോകാം. ഈ ഒരു എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇന്ന് രാത്രി 9 മണിക്ക് കോർക്കോ എന്ന് പറയുന്ന ഒരു പ്രിൻസസിന്റെ മമ്മി ലേലം വിളിക്കുന്നുണ്ട്. നമ്മൾ കുറാപ്പിക വർക്ക് ചെയ്യുന്ന നൊസ്ട്രാഡ് ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയുടെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് കുറാപ്പികയെ പോലെ പുതിയതായിട്ട് വന്ന ബോഡി ഗാർഡ്സിന് ഇന്ന് രാത്രി നടക്കുന്ന ആ ഒരു ലേലം വിളിയിൽ പങ്കെടുക്കാനും അത് സ്വന്തമാക്കാനും ഒരു കമാൻഡ് കൊടുക്കുകയാണ്. പക്ഷേ എന്നിട്ടും ബാക്കി 4 ബോഡി ഗാർഡ്സ് ബാക്കിയുണ്ടായിരുന്നു. അതിലെ 2 ബോഡി ഗാർഡ്സിന് ഈ ഒരു ഓപ്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന്റെ ബാക്കിലെ എൻട്രൻസ് സേഫ് ആണോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി 2 ബോഡി ഗാർഡ്സിനെ അവിടെ ഏൽപ്പിക്കുകയാണ്. ബാക്കി 2 ബോഡി ഗാർഡ്സിന് ഫ്രണ്ടിലെ എൻട്രൻസ് നിരീക്ഷിക്കാൻ കമാൻഡ് നൽകുകയാണ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള ബോഡി ഗാർഡ്സിന്റെ ഹെഡാണ്. അവർ രണ്ടുപേരും നൊസ്ട്രാഡ് ഫാമിലിയുടെ ബോസിന്റെ മകളെ സംരക്ഷിക്കും എന്ന് തീരുമാനിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിനു ശേഷം ഇവരുടെ ഈ ഒരു മിഷന് തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഓപ്ഷൻ ഏകദേശം തുടങ്ങാനായതാണ്. അതിനു മുന്നോടിയായി തന്നെ എല്ലാ ബോഡി ഗാർഡ്സും അവരവർക്ക് പറഞ്ഞ ആ ഒരു സ്ഥലം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ കുറെ ആൾക്കാർ മാഫിയ ബോസൊക്കെ ഈ ഒരു ഓപ്ഷൻ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുറാപ്പികയുടെ ബോസ് ചെയ്ത പോലെ ഇവിടെ ലേലം വിളിക്കുന്ന വ്യാപാര വസ്തുക്കൾ മേടിക്കാനായി ബോഡി ഗാർഡ്സിനെ ഏൽപ്പിച്ചാൽ മതി. പക്ഷേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുറെ ആൾക്കാർക്ക് അവരുടെ അഭിമാനമാണ് വലുത്. ഇങ്ങനത്തെ ഓപ്ഷനിൽ വന്നിരുന്ന് കുറെ പൈസ കൂടിയ വസ്തുക്കൾ ലേലം വിളിച്ച് വാങ്ങുകയും എന്നിട്ട് ജയിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഭിമാനത്തിലാണ് കൂടുതൽ ആൾക്കാരും ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ തുടങ്ങാനായിട്ടുണ്ട്. അതിനായി ഇവരുടെ മുന്നിലുണ്ടായിരുന്ന സ്റ്റേജിലേക്ക് കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് 2 പേർ വരികയാണ്. അവർ 2 പേരും വന്നതും എല്ലാവരെയും വെൽക്കം ചെയ്തിരുത്തുന്നു. അതിനുശേഷം പെട്ടെന്ന് അടിയുണ്ടായിരുന്ന ഒരു വ്യക്തി പറയാണ്, ഞാൻ ഫോർമാലിറ്റി ഒക്കെ സ്കിപ്പ് ചെയ്യാണ്, ബാക്കിയൊക്കെ നിങ്ങൾ ആനന്ദിച്ചോളൂ. അതിനുശേഷം മുകളിലെ വ്യക്തി തന്റെ 2 കൈ നീട്ടുകയും എന്നിട്ട് അവന്റെ വിരലുകളുടെ മുൻഭാഗം പിളരുന്നു. ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഞെട്ടാണ്. എന്നിട്ട് അവന്റെ ആ ഒരു വിരലുകളുടെ മുൻഭാഗമില്ലേ അതിന്റെ ഉള്ളിൽ നിന്ന് ഗൺഷോട്ട്സ് ചറാപ്പാറ വെടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ ഒരു 10 വിരലുകളുടെ ഉള്ളിൽ നിന്നും ഗൺഷോട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളുടെ ആൾക്കാരിലെ ഒരാൾ അവന്റെ നെന്നബിലിറ്റി യൂസ് ചെയ്യാണ്. ഈ ഒരു നെന്നബിലിറ്റി കൊണ്ട് ഇവർ രക്ഷപ്പെടുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവന്റെ നെന്നബിലിറ്റി നിമിഷ നേരം കൊണ്ട് ആകെ ചിന്നിച്ചിതറിപ്പോയി. ഇത് കണ്ട് അവൻ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവന്റെ നെന്നബിലിറ്റി ക്യാൻസൽ ചെയ്യാൻ ആകെ കഴിയുക അവന്റെ നെന്നബിലിറ്റിക്ക് നേരെ വേറെ നെന്നബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ്. മരണം ഉറപ്പായി അവൻ തിരിച്ചറിഞ്ഞ സമയത്ത് ബാക്കിയുള്ളവരോട് അവർ ഓടി രക്ഷപ്പെടാൻ പറയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി ബോസിനെ ഇൻഫോം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും അവന്റെ തലയിലൂടെയും ഞാൻ കോട്ട് ചെയ്ത ബുള്ളറ്റ്സ് കയറി കഴിഞ്ഞു. ഇത് കണ്ട് ബാക്കി 2 ബോഡി ഗാർഡ്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നിട്ട് അതിലൊരു ബോഡി ഗാർഡ് നമ്മളെ ബോസിനെ ഇൻഫോം ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അവന്റെ തലയിലോട്ടും അടികിട്ടുകയും അവനും ആ ഒരു സ്പോട്ടിൽ ഡെഡ് ആവുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് വേറൊരു മെമ്പർ ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവരാണ് ദ ഫാൻഡൻ ട്രൂപ്പ്. അവിടെ ബാക്കിയുണ്ടായിരുന്ന ആകെ ലാസ്റ്റിലത്തെ ഒരു ബോഡി ഗാർഡും അവിടെ ഡെഡ് ആവുകയാണ്. അവളെയും നമ്മളെ ഈ ഒരു ഷിസുക്കു എന്ന് പറയുന്ന ഫാൻഡൻ ട്രൂപ്പ് മെമ്പർ കൊല്ലുകയാണ്. അതിനുശേഷം നേരത്തെ വെടിവെപ്പ് നടന്ന ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ആൾക്കാരും അവിടെ ഡെഡ് ആയിട്ടുണ്ട്. ആ ഒരു ഹാള് മുഴുവൻ ചോരയിൽ കൊളിച്ചു കിടക്കുകയായിരുന്നു. അതിനുശേഷം നേരത്തെ കാണിച്ച ഷിസുക്കു എന്ന് പറയുന്ന മെമ്പറാണെങ്കിൽ തൻ്റെ വെപ്പൺ യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോഡീസിനെയും ബ്ലഡിനെയും എന്തിനേറെ പറയുന്നു ചെയർസിനെയും സക്ക് ചെയ്തെടുക്കുകയാണ്.
ആ ഒരു സ്ഥലത്തോട്ട് ഒരു വസ്തുവോ ഒരു മനുഷ്യനോ ഒന്നും വന്നിട്ടില്ല എന്ന രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാതും കഴിഞ്ഞതിന് ശേഷം ബാക്കി അവസാനം ലാസ്റ്റ് ഒരാളും കൂടി ബാക്കി ജീവനോടെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ എഴുന്നേറ്റിട്ട് നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ ആരെങ്കിലും ആവട്ടെ, നിങ്ങളെല്ലാവരും കമ്മ്യൂണിറ്റി കൊല്ലും, നിങ്ങളെയും നിങ്ങളുടെ ടീമിനെയും നിങ്ങളുടെ ടീം ലീഡറെയും നിങ്ങളെ ഫാമിലിയെയും എല്ലാവരെയും കൊല്ലും. ഇവനിങ്ങനെ ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഫെയ്റ്റാൻ എന്ന് പറയുന്ന ഫാൻഡ ട്രൂപ്പ് മെമ്പർ അവനെയും കൊന്നുകളയാണ്. എന്നിട്ട് ഫാമിലിയോ അതെന്താ സാധനം എന്നൊരു ചോദ്യം അവനോട് ചോദിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴത്തേനും അവൻ ആ ഒരു വെപ്പന്റെ അകത്തായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ പുറത്ത് എല്ലാവരും പാനിക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. സോ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന നമ്മളെ കുറാപ്പക്കയുടെ ടീം അവരുടെ ബോഡി ഗാർഡ്സിന്റെ ഹെഡിനെ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ ഹെഡ് ഇവരുടെ ഉള്ളിലോട്ട് പോകാൻ പറയുന്നുണ്ട്. ശേഷം അവിടെ ഉണ്ടായിരുന്ന കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു മനുഷ്യക്കുട്ടിയെ പോലും കാണുന്നില്ല. ഇതുതന്നെയായിരുന്നു വ്യാപാര വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ച സ്ഥലത്തെയും അവസ്ഥ. അവിടെ ലേലം വിളിച്ച് വിൽക്കാൻ വെച്ച എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിയിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ കുറാപ്പിക്കയും ടീമും ബോഡി ഗാർഡ്സിന്റെ ഹെഡിനെ അറിയിക്കുന്നുണ്ട്. ഇതേ സമയം ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തെ നോക്കുകയാണെങ്കിൽ ചുറ്റുഭാഗമുള്ള എല്ലാ റോഡുകളും സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആകെ കള്ളന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് വായുവിലൂടെ മാത്രമാണ്. അത് കാരണം ഇനി സസ്പീഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് വല്ലതും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം എന്നൊക്കെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ ഇതേ സമയം നമ്മളെ ക്രിമിനൽസ് വായിലൂടെ തന്നെ പാരച്യൂട്ടിൽ അവരും ഒരു സ്ഥലത്തോട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവർ ബോസിനെ വിളിച്ചറിയിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. സോ ആ സമയത്താണ് നമുക്കും മനസ്സിലാവുന്നത് സത്യം പറഞ്ഞാൽ ഇവരല്ല ഓപ്ഷനിൽ വെക്കാൻ വെച്ച സാധനങ്ങളൊക്കെ കട്ടത്. ഇവരങ്ങോട്ട് എത്തിയപ്പോഴത്തേനും വിൽക്കാൻ വെച്ച എല്ലാ വ്യാപാര വസ്തുക്കളും എങ്ങോട്ടൊക്കെയോ നീക്കിയിരുന്നു. സോ ഇത് കേട്ടപ്പോൾ നമ്മളെ ബോസിന് എന്തോ ഒരു കാര്യം കത്താണ്. അത് തന്നെ ഉവോഗിൻ എന്ന് പറയുന്ന മെമ്പറിനും കത്തുന്നുണ്ട്. ഇവർക്കിടയിൽ തന്നെ ആരോ ഇവരെ ഒറ്റി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഇവരങ്ങോട്ട് വരും എന്നുള്ള ഒരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന അവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ടൈറ്റ് ആകുമായിരുന്നു. സോ ഈ ഒരു വ്യാപാര വസ്തുക്കൾ കട്ടത് ഏതെങ്കിലും മാഫിയാസ് ആയിരിക്കുമെന്ന് ഇവർ വിചാരിക്കുകയാണ്. അതിനുശേഷം ഇവരുടെ ബോസ് ഒവോഗിൻ എന്ന് പറയുന്ന മെമ്പറോട് ചോദിക്കുകയാണ്, നീ ഓപ്ഷനറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നോ എവിടേക്കാണ് ഈ ഒരു വ്യാപാര വസ്തുക്കൾ മാറ്റിയതെന്ന്? ഞാൻ അവനോട് ചോദിച്ചിരുന്നു. പക്ഷെ അവൻ്റെ ജീവൻ തൊട്ട് സത്യം ചെയ്തു അവൻക്കറിയില്ല എന്ന്. ഈ ഒരു വ്യാപാര വസ്തുക്കൾ എങ്ങോട്ടാണ് മാറ്റിയതെന്ന് അറിയാവുന്ന ആരെങ്കിലും പേര് നിനക്ക് കിട്ടിയോ? അതെ, അതെനിക്ക് കിട്ടി. ഈ ഒരു ഓപ്ഷൻ നടത്തിയിരിക്കുന്നത് ലോകത്തിന് ചുറ്റോറമുള്ള 10 ഡിസ്ട്രിക്റ്റിൽ നിന്ന് പവർഫുള്ളായ ഒരാളും അങ്ങനെ എല്ലാ 10 ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരാൾ തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള ആ ഒരു 10 പേർ ചേർന്നിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് ദ 10 ഡോൺസ്. പക്ഷേ ഈ 10 ഡോൺസ് എന്ന് പറയുന്ന 10 ആൾക്കാർ ആകെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഒത്തുകൂടുന്നത്. ഇവരുടെ കൊട്ടേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഷാഡോ ബീസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ടീമാണ്. സോ ഈ ഒരു ടീം അത്രത്തോളം പവർഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ മാഫിയ ബോസും ഗാങ്സ്റ്റേഴ്സ് ഒക്കെയാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ ഒരു ക്രിമിനൽസിന്റെ സൈഡിൽ അവരുടെ ബോസിനെ വിളിച്ച് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഇവർ ആ ഒരു വ്യാപാര വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ഒരൊറ്റ സിംഗിൾ ഷാഡോ ബീസ്റ്റ് മെമ്പർ അതിനുള്ളിൽ കയറുകയും എന്നിട്ട് ഒന്നും എടുക്കാതെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് ഔൾ എന്നായിരുന്നു. ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ നമ്മൾ ലീഡർ പറയാം ഇവനെ ഷിസുഗു എന്ന് പറയുന്ന ഫാൻ ഗ്രൂപ്പ് മെമ്പറിന്റെ അതേപോലത്തെ ഏതെങ്കിലും ഒരു നെന്നബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അത് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവൻ അവിടുത്തെ വ്യാപാര വസ്തുക്കൾ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവരെ ട്രാക്ക് ചെയ്ത് ഒരു കാർ വരുന്നത് ഇവർ ശ്രദ്ധിക്കപ്പെട്ടു. അത് കാരണം തന്നെ ഇവരുടെ ഹൈഡൌട്ടിലോട്ട് പോവാതെ ഒരു മലയുടെ മുകളിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയം തന്നെ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തിലെ ആൾക്കാർ 10 ഡോൺസിനെ ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നേരത്തെ നമ്മളെ ഫാൻ ഡ്രോപ്പ് എന്ന ക്രിമിനൽസിനെ ഫോളോ ചെയ്ത് 2 കാറുകൾ പോകുന്നുണ്ടായിരുന്നില്ലേ, അവരെ ഫോളോ ചെയ്ത് നമ്മളെ കുറാപ്പിക്കരുടെ ടീമും ഉണ്ടായിരുന്നു. അങ്ങനെ അധികം വൈകാതെ തന്നെ അവരുടെ പാരച്യൂട്ട് ഒരു മലയുടെ മുകളിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽസ് മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇവരോട് താഴോട്ട് ഇറങ്ങി വരാനും കീഴടങ്ങാനും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ഉവോഗിൻ എന്ന് പറയുന്ന ഫാൻ ട്രൂപ്പ് മെമ്പർ മുന്നിലോട്ട് വരികയും എന്നിട്ട് കൂടുതലവരോട് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താ കാട്ടിക്കോ എന്ന് പറയാണ്. അതാണെങ്കിൽ കൂടുതൽ എല്ലാവരും അനുസരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഉവോഗിൻ എന്ന് പറയുന്ന മെമ്പറിന്റെ സ്ട്രെങ്ത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ നമ്മളെ ഉവോഗിൻ എന്ന് പറയുന്ന മെമ്പർ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഏതൊരുത്തൻ തന്റെ നേരേക്ക് വന്നിട്ട് തോക്ക് ചൂണ്ടി കാണിച്ചിട്ട് നിങ്ങളാണോ ഗസ്റ്റുകളെ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉവോഗിൻ അതേന്നും പറയുന്നുണ്ട്. അപ്പോൾ മറ്റാളാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെ ലീഡർ ആരാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉവോഗിനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നില്ല, പകരമായി അവനൊന്ന് കളിയാക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. അതിൽ ദേഷ്യം വന്ന അവനാണെങ്കിൽ ഒന്നും നോക്കാതെ സ്ട്രെയിറ്റ് അവന്റെ മുഖത്തോട്ട് വെടിവെക്കാണ്. സോ ഇതോടുകൂടി ഫാൻ ഗ്രൂപ്പിലെ ഉവോഗിൻ എന്ന് പറഞ്ഞ മെമ്പറിന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്തുണ്ടാ അവൻ ജസ്റ്റ് അവന്റെ പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആ ഒരു ബുള്ളറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടതും അവൻ ആകെ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് അവന്റെ മരണം അവനെ ഉറപ്പിക്കുകയാണ് അവിടെ. സോ പിന്നെ എന്താ നടന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമല്ലോ. അവിടെ നടന്ന എല്ലാവരെയും ഓരോ സെക്കൻഡ് ഇഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഉവോഗിൻ എന്ന് പറയുന്ന മെമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
അവന് ശ്വാസം എടുക്കുന്ന പോലെയാണ് ആൾക്കാരെ കൊല്ലുന്നതെന്ന് പറഞ്ഞാൽ. സോ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അവൻ്റെ കമ്പാനിയൻസിന് ഇതൊക്കെ ഒരു ശീലമാണ്. അത് കാരണം തന്നെ ഇവരതൊന്നും മൈൻഡാക്കുന്നില്ല. അങ്ങനെ കുറച്ച് നേരങ്ങൾ കൊണ്ട് തന്നെ അവൻ അവിടുത്തെ എല്ലാ ആൾക്കാരെയും കൊന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരെയും കൊന്നതിന് ശേഷം അവൻ അവളോട് തന്നെ പറയാണ്, ഇതെനിക്കിപ്പോൾ ഷാഡോ ബീസ്റ്റിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു വാമപ്പ് പോലും ആയിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരുത്തൻ ദൂരെ നിന്ന് അവനെ സ്നൈപ്പ് ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അവനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവൻ നിലത്ത് നിന്ന് ഒരു കല്ല് പറക്കുകയും അവനെ സ്നൈപ്പ് ചെയ്ത് വീഴ്ത്താൻ ശ്രമിച്ച അവൻ്റെ നേരക്ക് നല്ല സ്പീഡിൽ ഈ ഒരു കല്ല് എറിയാണ്. അതാണെങ്കിലോ കറക്റ്റ് ഒരു റോക്കറ്റ് വിട്ട പോലെ പോവുകയും ചെയ്യുന്നു. അവൻ്റെ തലയിലൂടെ തുളച്ച് കയറുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഒരു ബസൂക്ക കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബസൂക്കയാണെങ്കിൽ ഒരു ടാങ്കിനെ തന്നെ പൊട്ടിത്തെറിപ്പിക്കാൻ ശക്തിയുള്ളതാണ് എന്നാണ് അവൻ പറയുന്നത്. അയ്യോ മോശം, നിങ്ങൾ എന്നെ ഈ ചെറിയ ടാങ്കായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് എന്ന് ഉവോഗിൻ തിരിച്ച് മറുപടി കൊടുക്കുകയാണ്. സോ ഇത് കേട്ട് അവൻ വാശി കൊടുക്കുകയും അവൻ നേരെ ഒന്നും നോക്കാതെ ആ ഒരു ബസൂക്ക പൊട്ടിക്കുകയാണ്. അപ്പോൾ തന്നെ സ്പോട്ടിൽ നമ്മളെ കുറാപ്പിക്കയുടെ ടീമും അങ്ങോട്ട് വരുന്നുണ്ട്. സോ നമ്മളെ കുറാപ്പിക്കയും ആ ഒരു ബസൂക്ക പൊട്ടിച്ചവനും ഒരേ സമയത്ത് ഒരു കാഴ്ച കണ്ട് ഞെട്ടാണ്. അതെന്ന് വെച്ചാൽ ഉവോഗിനാണെങ്കിൽ ഒന്നും സംഭവിക്കാതെ അതേ കണക്കിന് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മൾ കുറാപ്പിക്ക ആകെ ഷോക്കാവാണ്. എന്നിട്ട് തന്റെ കൂടെയുള്ള ബാക്കിയുള്ള ബോഡി ഗാർഡ്സിനോട് പറയാണ്, ഇവനെ ക്യാപ്ചർ ചെയ്യലതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന പണിയല്ല. അങ്ങനെ ഇവരെ പിടിക്കാമെന്ന് നമ്മളെ കുറാപ്പിക്കയുടെ ടീമാണെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ്. ഇതേ സമയം ഒരു വലിയ എർത്തുവാൻ പോലത്തെ എന്തോ ഒരു ജീവി മണ്ണിനുള്ളിലൂടെ ഇവരുടെ മുന്നിലിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേരാണ് വേം, ഞാനൊരു ഷാഡോ ബീസ്റ്റ് ആണ്. നിങ്ങളൊക്കെ ഏത് ഗ്രൂപ്പിലെ ആൾക്കാരാണ്? അത് കേട്ട് നമ്മളെ ബോഡി ഗാർഡ്സിലെ ഹെഡ് പറയാണ്, ഞങ്ങൾ നൊസ്ട്രാഡ ഫാമിലിയിലെ ബോഡി ഗാർഡ്സ് ആണ്. സോ ആ ഒരു ആൻസർ പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ബാക്കിലൂടെ 3 ഷാഡോ ബീസ്റ്റ് അപ്പിയർ ആവുന്നത്. സോ ഈ ഒരു 4 ഷാഡോ ബീസ്റ്റുകളെയാണ് ഇപ്പോൾ 10 ഡോൺസ് നമ്മുടെ ഫാൻഡഡ്രോപ്പ് എന്ന ഗുണ്ടാ സംഘത്തെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിയമിച്ചിരിക്കുന്നത്. പക്ഷേ സത്യം എന്ന് വെച്ചാൽ ആർക്കും ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ഫാൻഡഡ്രോപ്പിനെതിരെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ കുറാപ്പിക്കും അറിയില്ല, ഈ ഒരു ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഷാഡോ ബീസ്റ്റേഴ്സിനും അറിയില്ല. സോ ഈ ഒരു സീനോട് കാണിച്ചിട്ടാണ് നമ്മുടെ 100 ആനിമി സീരീസിലെ ഫാൻഡഡ്രോപ്പ് എന്ന ആർക്കിലെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഷാഡോ ബീസ്റ്റേഴ്സും ഓഗിനും തമ്മിലുള്ള ഫൈറ്റ് കാണാം. ഓൾസോ അടുത്ത എപ്പിസോഡിൽ നമുക്കാണെങ്കിൽ നമ്മളെ കുറാപ്പിക ഇവർ ഫാൻഡഡ്രോപ്പിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അറിഞ്ഞാൽ അവൻ്റെ റിയാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ മൊത്തത്തിൽ ഒരു കിടിലൻ എപ്പിസോഡാണ് അടുത്ത എപ്പിസോഡ്. സോ അടുത്ത എപ്പിസോഡ് ലഭിക്കാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായും അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ബൈ.